രജിത്തും ശ്രീജിത്തും സംവിധാനം ചെയ്ത് രജിത്തും സജിത്തും ശിവയും കൂടി എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപൂർവ പുത്രന്മാർ. ഇപ്പം മലയാള സിനിമയിൽ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ച, ഒരു ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരിൽ ഒരു ത്രെഡ് ഉണ്ടാകും, നമുക്ക് ഇന്നൊരു ത്രെഡുണ്ട്, അത് വെച്ചൊരു സിനിമ ചെയ്യാം. ഓക്കെ, ഈ ത്രെഡ് ചിലപ്പം ഒരു ട്വിസ്റ്റ് ആയിരിക്കാം, ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ആവാം. ഈ സംഭവം, ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള അത്ര ലെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ മെയിൻ കോർ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കഥ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് അതിനുവേണ്ടി മെനക്കെടാറില്ല. പകരം എന്ത് ചെയ്യും, ഇത് ഈ ലെങ്തുള്ള ഇത്രയും ഭാഗം അതുപോലെ തന്നെ വച്ചിട്ട് ഇതിന് മുന്നിലും പിന്നിലും എന്തെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കും. ചിലപ്പോൾ അത് ഫസ്റ്റ് ഹാഫിൽ വരും, ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ വരും. ഫസ്റ്റ് ഹാഫിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഇനി ഇതിനെ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അവർ കാരണം ഉണ്ടാകാതെ കുഞ്ഞ എടുത്ത് വെച്ച് സെക്കൻഡ് ഹാഫ് ബോറാക്കി വയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇല്ലെങ്കിൽ ഇവരുടെ മെയിൻ ഇൻസിഡൻറ്റ് വരുന്നത് സെക്കൻഡ് ഹാഫിലായിരിക്കും. അതിന് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന ഒരു അപരാധ ഫസ്റ്റ് ഹാഫ്. ഈ ഒരു ട്രെൻഡാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഇതെങ്ങനെയെങ്കിലും 2 മണിക്കൂർ ഒക്കെ തള്ളിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ, അല്ലാതെ അതിനെ ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുള്ള ഒരു പരിപാടിയില്ല. ഈ സിനിമയിൽ ഇതിൽ ഒരു സറ്റയറുണ്ട്, ആക്ഷേപഹാസ്യം. അത് 2ാം പകുതിയിലാണ് വരുന്നത്. ആ സറ്റയർ പോർഷൻ അത്രയും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ആ സമയത്ത് അത്രയും അവരുദ്ദേശിച്ച ആക്ഷേപം നടക്കുകയും ബാക്കിയുള്ള സമയത്ത് അത്രയും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ആക്ഷേപിച്ച ഒരു സിനിമയായിട്ടാണ് ഈ അപൂർവപുത്രന്മാർ എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമ തുടക്കത്തിൽ സിനിമയുടെ ഒരു നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ ടൈറ്റിൽ വളരെ പെട്ടെന്ന് എന്നെ കാണിച്ചു പോയി. നമുക്ക് വായിക്കാനുള്ള സമയത്തൊന്നും ഇട്ട് ഇഴപ്പിച്ചില്ല, പെട്ടെന്ന് തന്നെ പോയി. അതിൽ എൻഡ് ക്രെഡിറ്റ്സും അവിടെയും പെട്ടെന്ന് തന്നെ പോയി. അതിട്ട് അധികം കുറേ നന്ദിയും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയില്ല. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അവിടെ നിന്ന് പിന്നെ ഒരു കുണച്ച പാട്ടും പിന്നെ ഒരു തൊലിഞ്ഞ ഫൈറ്റും, ഇത് രണ്ടും വെറുതെ ഒരു കാര്യമില്ല. സിനിമേൻ്റെ ഒരു ഇതുമില്ല. നായകന്മാർക്ക് ഇൻട്രോ കൊടുക്കണമല്ലോ. ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും സഹോദരങ്ങളാണ്. ഇവരുടെ അച്ഛനാണ് ലാലു അലക്സ്. സാധാരണ നായികയുടെ അച്ഛനായിട്ടാണ് വരുന്നത്, ഇതിലെന്തോ നായകന്മാരുടെ അച്ഛനായി. ഇവന്മാരുടെ സീനുകൾ ഇങ്ങനെ എന്ന് പറഞ്ഞിരുന്നിട്ട് നേരെ ലാലു അലക്സ്, ധർമ്മജൻ, അതുപോലെ അശോകൻ, ഇവരുടെ ഒരു കോംബോ വരുന്ന അവരുടെ ഒരു ടീമിൻ്റെ കുറച്ച് സീനുകൾ വരുന്നുണ്ട്. ആ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നേ. എസ്പെഷ്യലി അശോകൻ്റെ ഒരു എക്സ്പ്രഷൻ നോട്ടും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കലക്കിയിട്ടുണ്ട്. പള്ളിയിൽ വെച്ചനായിട്ട് നന്നായിട്ട് തന്നെ. ധർമ്മജൻ്റെ 1-2 കൗണ്ടർ കൊള്ളായിരുന്നു. ലാലു ലക്ഷം ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ പോയി. ഇവരുടെ സീൻ വരുമ്പോൾ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല എന്നുള്ളൊരു സെറ്റപ്പ് വരുമ്പോഴേക്കും അടുത്ത് യവന്മാരെ ബിബിൻ ജോർജിൻ്റെയും യവന്മാരുടെ ഈ ക്രിഞ്ച് ഏച്ച് കെട്ടിയുള്ള സീൻസ്, അതിൽ 2 നായികമാർ വരുന്നുണ്ട്. പഴയ ഉണ്ടല്ലോ, പണക്കാരി വീട്ടിലെ പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന നായകന്മാർ. ആ സെറ്റപ്പിൽ വരുന്ന നായികമാരുടെ പേര് പുതുമുഖങ്ങളാണ്, പേര് പറഞ്ഞേ പറ്റുള്ളൂ. പായൽ രാധാകൃഷ്ണൻ, അമീറ ഗോസ്വാമി, ഇവർ 2 പേരാണ് നായികമാർ. അവർ സഹോദരികളാണ് കേട്ടോ. എന്തോ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ അഭിനയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിഞ്ച് സീന് കണ്ട് തൊലി ഉരിഞ്ഞു പോകണം. ഓന്മാരെ പ്രേമവും 100 നൂറ്റാണ്ട് മുമ്പ് പഴക്കമുള്ള അതേ സാധനം തന്നെ എടുത്തിട്ടിട്ട് വീണ്ടും പണ്ടത്തെ പടങ്ങളിൽ നമ്മളിരുന്ന് കാണും പോലത്തെ ഒരു ഫീല്. അതിൽ തന്നെ ഇവർ ക്രിഞ്ച് പാട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിറക്കി വിടുന്നുണ്ട്. ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വീടില്ല നിന്നെ പിന്നെ വീടില്ല നിന്നെ പൊന്നെ, ആ പാട്ടിൻ്റെ പുതിയൊരു വെർഷൻ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നീ തരണം, നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ട്. അത് ക്രിഞ്ച് പാട്ട് തന്നെയാണ് ഇവർ പറയണത്. അതുകൊണ്ട് അതിൻ്റെ ലിറിക്സും ബാക്കി ഇവിടെ അത് കാണാൻ അതിൻ്റെ അഭിനയവും തൊലി ഉരിഞ്ഞു കേട്ടോ. ചോദിച്ചു ഓടാൻ തോന്നി. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണുന്നവരാണെങ്കിൽ ഈ ഒരു പാട്ട് വരുമ്പോഴേക്കും മൂത്രം വെച്ചിട്ടൊക്കെ വരാൻ സഹിക്കാൻ പറ്റൂല. അജാതി ഒരു വെറുപ്പിക്കൽ. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ലാലു അലക്സിൻ്റെ സീനാണ്. അവിടെ അലൻസിയർ വരുന്നുണ്ട്. അലൻസിയറിന് കുറച്ചേ ഉള്ളൂവെങ്കിലും നല്ല കിടിലൊക്കെ പെർഫോമൻസ് ആയതുകൊണ്ട് ആ സീനൊക്കെ ടച്ചിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ വെള്ളം അടിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, വായി തോന്നിയതൊക്കെ ഇരുന്ന് പറയുന്നു. സച്ചിൻ ചെറുകയിൽ വരുന്നു. അയ്യോ, പിന്നെ ബാലാജി ശർമ്മയെ സാധാരണ ഒരു സിനിമയിൽ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടിരിക്കുന്ന ക്യാരക്ടറായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൽ പെട്ടെന്ന് തിരിച്ചറിയത് നല്ല ഒരു വെറൈറ്റി ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലാജി ശർമ്മ ചിരിപ്പിച്ചിട്ടുണ്ട്. ആ റോൾ നിശാന്ത് സാഗറും, ഞാനാണ് വില്ലൻ, ഇങ്ങനെ കലിപ്പ്. നിശാന്ത് സാഗർ ഇപ്പം മറിച്ച് കളയാന്നുള്ള സെറ്റപ്പിൽ വന്നിട്ട് അതിനെ അശുവാക്കി വിട്ട്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര പാടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. എന്നിട്ട് ഒരു സംഭവം നടക്കുകയാണ്. അവിടെ ലോജിക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് വിട്, എന്നാലും ഒരു സംഭവം നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പടം നേരെ ഈ സറ്റയർ സ്വഭാവത്തിലോട്ട് പോവുകയാണ്. അന്ധവിശ്വാസികളെയൊക്കെ എടുത്തിട്ട് ഉടുത്ത് വിടണുണ്ട്. നല്ല രസമുള്ള സീനുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം പോകുന്നുണ്ട്. ഇതിൽ ഈ സീനിലൊക്കെ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ ആ സീൻ മാത്രമായിട്ട് ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് പിന്നീട് വരാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ അത് കാണുമ്പോൾ കൊള്ളാലോ, കിടിലം പടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊത്തം ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സീനുകൾ കൊള്ളായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നായികമാർ വരുമ്പോൾ തന്നെ ഈ യുവന്മാരെ കാണുമ്പോഴും ഈ നായികമാർ വരുമ്പോഴും ക്രിഞ്ച് അടിക്കുകയാണ്. ഈ നായികമാർ യുവന്മാരെ കുറിച്ച് പറയാനുണ്ട്, നിങ്ങൾ മൊത്തത്തിൽ നെഗറ്റീവാണ്. അതുപോലെ ഈ സിനിമയിൽ ഇവർ പറഞ്ഞ സീനുകൾ മൊത്തം നെഗറ്റീവാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും. പിന്നെ പക്ഷേ ഈ സറ്റയർ സ്വഭാവം വന്നപ്പോഴേക്കും അതിൻ്റെ കഥയിൽ സാധനം ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഒരു സംഭവം നടന്ന് അതിനുശേഷം ആ പള്ളി റെനോവേറ്റ് ചെയ്ത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവർ പേടിക്കണതിന് എനിക്ക് മനസ്സിലായില്ല. ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴേക്കും അതങ്ങ് പോകില്ലേ. ഇത്രയും ദിവസം മുമ്പേ നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ വിരൽ പിടിക്കേണ്ട കാര്യം എന്തുവാ? പള്ളി ഒരു ദാരിദ്ര്യം പിടിച്ച പള്ളിയാണ്, വിശ്വാസികളൊന്നും വരുന്നില്ല, അതാണ് സെറ്റപ്പ്. പക്ഷേ ഈ പള്ളിയിൽ അച്ഛൻ ഇത് ഏത് സഭയാണെന്ന് ഇവർക്കറിയാവുന്നു. ഇടയ്ക്ക് തോന്നുന്നു ഇവർ പെന്തക്കോസായിരിക്കുമെന്ന്, ഇടയ്ക്ക് തോന്നുന്നു വേറെ എന്തൊരു സാധനമാണ്. പിന്നെ കൃപാസനത്തിൻ്റെ ഏതാണെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്ത ഒരു പള്ളി, ഒരു ഫിക്ഷണൽ പള്ളിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കുറേ നാട്ടുകാർ അങ്ങനെ. ഇതിൻ്റെ ലാസ്റ്റ് ഇതെന്താണ് സംഭവിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുരുളഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, യാതൊരു ലോജിക്കും ഇല്ലാത്ത. അപ്പോൾ എന്നെ ഇവിടെ നിന്നായിരുത്തേന്നോ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോയി. ഭയങ്കര കണ്ടുപിടുത്തമായിപ്പോയി. മ്യൂസിക് ചെയ്തിരിക്കുന്നത് റെജിമോൻ മലയാളി മങ്കീസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് വില്യം പി ഫ്രാൻസിസ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. സിനിമാറ്റോഗ്രാഫി ഷെൻഡോ വി ആൻഡോ, എഡിറ്റർ ഷബീർ സയ്യിദ്, സ്റ്റൺ മാസ്റ്റർ കലൈ കിങ്സ്റ്റൺ. എന്താണ് ഈ സിനിമയുടെ അവസ്ഥ? ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലെ കുറേ സീനുകളൊക്കെ ആ സറ്റയർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ മെയിൻ സാധനം മാത്രം വച്ചിട്ട് ബാക്കി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ വെറുതെ ഒരു ആവശ്യമില്ലാത്ത സീനുകൾ കുത്തിക്കയറ്റി ഈ സിനിമ എങ്ങനെയെങ്കിലും 2.25 മണിക്കൂർ തള്ളിക്കൊണ്ടുപോവുക. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, വെള്ളമടി, കഞ്ചാവ് വലി, ഇങ്ങനത്തെ കുറേ സീനുകളൊക്കെ ചുമ്മാ കുത്തിക്കയറ്റി ഒരേപോലത്തെ ഡയലോഗുകൾ. അതായത് മെയിനായിട്ട് ഈ അച്ഛൻ്റെയും മക്കളെയും ബോണ്ടിങ് കാണിക്കണം, അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സീനുകളൊന്നും അത് വർക്കൗട്ടായിട്ടില്ല. ഇതിൻ്റെ ആവശ്യമില്ല. അതേസമയം കുറച്ച് നേരെ വന്ന് പോയിട്ടുള്ളെങ്കിലും അലൻസിയുടെ ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു ഇമോഷണൽ സാധനം വരുന്നുണ്ട്. ഇവരുടെ അച്ഛനും മക്കളും തമ്മിൽ ഇത്രയും എനിക്ക് സ്നേഹമാണെന്നുള്ള സാധനമൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ പ്രേമത്തിൽ പിന്നെ കുറേ ലാസ്റ്റ് ഒരു ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. അയ്യോ, ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായിപ്പോയി. മേൽ പറഞ്ഞ നെഗറ്റീവുകളുണ്ട്, എന്നിരുന്നാൽ കുറേ നല്ല സാധനങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ അപൂർവ പുത്രന്മാർ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.